വാർത്തകൾ പലപ്പോഴും കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് മരവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ കൂടിയുള്ളതാണ്. ഈ വാരം ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും നമ്മൾ കേട്ട വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. അന്യരാജ്യത്ത് അന്യായമായി അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ മുതൽ നമ്മുടെ അയൽപ്പക്കത്ത് നടന്ന അതിദാരുണമായ ചതിയുടെ കൊലപാതകങ്ങൾ വരെ ഈ ആഴ്ച നമ്മളെ ചങ്കിൽ കുത്തി നോവിച്ച വാർത്തകളാണ്. ഇത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ദുരന്തങ്ങളാണ്. കേവലം ഒരു വാർത്തയ്ക്കപ്പുറം ഇതിനുവേണ്ടി പൊതുമനസാക്ഷി ഉണരേണ്ടതുണ്ട്, നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഈ ഒരു വാരം നമ്മളുടെ ചങ്കിൽ തട്ടിയ നീറുന്ന നോവുന്ന വാർത്തകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ചങ്കിൽ തട്ടിയ വാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ജലി, ഈ ആഴ്ച അഞ്ജലിയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിച്ച വാർത്ത എന്താണ്? ഒരുപക്ഷെ ഈ ആഴ്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരിക്കും കോഴിക്കോട് എലത്തൂര് നടന്ന സംഭവം. അതായത് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഒരു യുവാവ് യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്ന ദാരുണമായിട്ടുള്ള ഒരു സംഭവം. 10 വർഷമായിട്ടാണ് അവര് പ്രണയത്തിലായിരുന്നത്. പക്ഷെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവാവിന് വൈശാഖൻ എന്നാണ് യുവാവിന്റെ പേര്. യുവാവിന് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഈ യുവതിയുമായി 10 വർഷത്തില് പ്രണയത്തിലാവുകയും ശാരീരികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത്. ഈ യുവതി മരിക്കുന്നതിന് മുൻപ് തന്നെ യുവതിക്ക് അറിയായിരുന്നു താൻ മരിക്കാൻ പോവാണ്, ഇയാൾ എന്നെ കൊല്ലുമെന്ന് യുവതിക്ക് അറിയായിരുന്നു. അതിൻ പ്രകാരമായിട്ട് കൊലപ്പെടുന്ന ദിവസം കൗൺസിലിംഗ് സെന്ററിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വയം മരിക്കില്ല, എന്നെ കൊല്ലുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ കൊലപ്പെടുത്തുകയായിരിക്കും, അത് ഈ വൈശാഖനായിരിക്കുമെന്ന് കൗൺസിലിംഗ് സെന്ററിലേക്ക് യുവതി സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എടുത്തു നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇതൊരു അടയാളം മാത്രം അല്ലെങ്കിൽ ഒരു സംഭവം മാത്രമായിട്ട്, ഒരു ഉദാഹരണം മാത്രമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതായത് ഇന്നത്തെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്നത് എന്ത്? അതായത് നമ്മുടെ കേരളീയ പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും ഇന്ന് വിദേശ രാജ്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്, കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ആ കുടുംബത്തിന് ഏൽക്കുന്ന ആഘാതങ്ങളാണ് ഇന്ന് ഇതുപോലെ നടക്കുന്ന ഓരോ സംഭവങ്ങളും. ഭാര്യയും മക്കളും ഉണ്ടായിട്ടും വേറൊരു യുവതിയായിട്ട് അടുപ്പത്തിലാവുക, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതായത് ഇന്ന് മനുഷ്യൻ വെറും ഉപഭോഗത്തിന് മാത്രം, അത് പുരുഷനായാലും സ്ത്രീ ആയാലും രണ്ടുപേരെയും ഉപഭോഗ വസ്തു മാത്രമായിട്ട്, ശാരീരികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു വസ്തു മാത്രമായിട്ടാണ് മനുഷ്യൻ കാണുന്നത് എന്ന് പറയുമ്പോൾ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും മരിയ, അഞ്ജലി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലത ഇതിനൊരു കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഒരു ഗ്ലോബലൈസേഷൻ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടാകുന്ന നടപടികളെല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും അതിനൊരു കാരണമാണെന്ന് മരിയയ്ക്ക് തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഗ്ലസീന. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു ലോകത്താണ്. അതായത് നമ്മൾ ഒരു വീട്ടിൽ ഒരു കുടക്കീഴിലായിരിക്കുമ്പോൾ തന്നെയും ഓരോ വ്യക്തികളും ഓരോ ലോകത്താണ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു 4 അംഗ കുടുംബമാണെങ്കിൽ 4 പേരുടെ കയ്യിലും സോഷ്യൽ മീഡിയ അടങ്ങുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ 4 പേരും 4 ലോകത്താണ്. അവരൊരിക്കലും കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. നമ്മൾക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഈ ഇന്റർനെറ്റിലൂടെയുള്ള ബന്ധങ്ങൾ മാത്രമാണ് ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ആളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് മാതാപിതാക്കളായിട്ടുള്ളത്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളായിട്ടുള്ള ആ ഒരു ബന്ധം എപ്പോഴോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ഒരു ഒരുമിച്ച് ചേരൽ നമുക്ക് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു യുവതിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുനാൾ മുതലേ ഈ ഒരു നമുക്ക് പോക്സോയിനകത്ത് വരുന്ന കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടി മൈനർ ആയിരുന്നപ്പോൾ തൊട്ടാണ് അവർ നമ്മുടെ പ്രണയബന്ധത്തിലായിരുന്നതും ശാരീരികമായിട്ട് കുട്ടീനെ ദുരുപയോഗം ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ രൂപീകരണം പോലും ഇയാളുടെ ഒരു ബന്ധത്തില് പെട്ടുപോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും ഒരു ഹെൽപ്പ്, രക്ഷപ്പെടാനോ ഒരു ഹെൽപ്പ് ഒരാളോട് ചോദിക്കാനോ കഴിയാതെ പോയത്. അത് ആ കുട്ടിയുടെ ഒരു ക്യാരക്ടറിനെ പോലും അത് ബാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഒരു പക്ഷേ അടുത്തൊരാളോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടീനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു
എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് പറയാൻ സാധിക്കും. ചേട്ടൻ അതിലൊരു കാര്യമുള്ളത്, ഈ വൈശാഖൻ എന്ന് പറയുന്ന ആൾ തന്നെ ആ കുട്ടി ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അവസാനം മരിക്കുന്നതിന് മുമ്പ് കൗൺസിലർക്ക് അയച്ച മെസ്സേജാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്നിട്ടുള്ളത്. അതിലാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കുട്ടി വളരെ മൈനർ ആയിരിക്കുമ്പോൾ തന്നെ ഇയാളുടെ ക്രൂര വിനോദങ്ങൾക്കെല്ലാം ഇരയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിന് മൊബൈൽ, ഇന്റർനെറ്റ് അഡിക്ഷൻ ഒരു കാരണമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ അപ്രായോഗികമായ ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹം ഇറങ്ങിത്തിരിക്കുന്നതിന് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കുടുംബ ശിഥിലീകരണം കാരണമാകുന്നു അല്ലെ എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പുറത്തു പോകാനാണെങ്കിലും പരസ്പരം മിണ്ടാനൊക്കെ ആയിരുന്നെങ്കിൽ ഒരുമിച്ച് സമയം കണ്ടെത്തിയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വന്നപ്പോഴത്തേക്കും പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഏതെങ്കിലും ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തു നിന്നായിട്ടുള്ള ആൾക്കാർ തമ്മിലാണ് കണക്ഷൻസ് വരുന്നത്. അപ്പം അവരാരാന്നോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്നോ ഒന്നും അറിയാതെ ഒരു ചിത്രം മാത്രം കണ്ടുകൊണ്ടാണ് അവരെ കൂടുതലായിട്ടും പരിചയപ്പെടുന്നതും സ്നേഹിക്കുന്നതും അവരിഷ്ടത്തിലാകുന്നതും ചാറ്റ് ചെയ്യുന്നതും. എന്നാൽ ശരിക്കുമുള്ള ഇവരുടെ ഉള്ളിനുള്ളിലുള്ള സംഭവം എന്താണെന്ന് ഇവർ ചിന്തിക്കുന്ന എന്താണോ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നത്തിലേക്ക്, ഇങ്ങനത്തെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവിടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെല്ലാം ഇന്റർനെറ്റ് ബാൻ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ട്രിക്റ്റായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി മാറേണ്ട കുട്ടികൾ നാളെ നല്ലൊരു നാളെ അവർക്ക് നല്ലൊരു പുലരി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അലീന, ഈ ആഴ്ച അലീനയുടെ മനസ്സിൽ സ്പർശിച്ച ആ വാർത്ത എന്താണ്? കഴിഞ്ഞ ആഴ്ച എന്റെ മനസ്സിൽ സ്പർശിച്ച ഒരു വാർത്തയാണ്. ഒരു വിവാഹത്തിനായിട്ട് വധു എത്തുമ്പോൾ വധുവിന്റെ ആ ഒരു വസ്ത്രത്തിൽ ഒരുപാട് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിന് ഒത്ത വസ്ത്രം നമ്മൾ എല്ലാവരും ധരിക്കാറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ അതിൽ നിന്ന് ഒരു വേറിട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു നഗ്നത പ്രദർശനം പോലെയുള്ള രീതിയിൽ അതിനെ മറ്റുള്ളവരെ പ്രലോഭനത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണമായിരുന്നു ആ യുവതി നടത്തിയിരുന്നത്. അപ്പം മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ക്രിസ്ത്യൻ ഒരു വിവാഹമാകുമ്പോൾ നമ്മളുടെ പണ്ട് തൊട്ടേ നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തരുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന രീതിയിലാണ് ഒരാളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ചാണ് നമ്മൾ പൊതു ഇടങ്ങളിൽ ചെല്ലേണ്ടത് എന്നുള്ള കാര്യം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വിവാഹ കൂദാശ ആ സമയത്ത് പോലും ഈ രീതിയിൽ മാന്യമായ രീതിയിൽ നിന്ന് വസ്ത്രം ധരിക്കേണ്ട രീതിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി എന്നുള്ളത് എന്നെ ഒരു വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പം അതിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോലും ആ ഒരു മാതാപിതാക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും നേരത്തെ ഇതറിഞ്ഞ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ ആരോപണങ്ങളോ ഒന്നും ഉന്നയിക്കപ്പെടില്ലായിരുന്നു. അത് പറയുമ്പോൾ മാന്യത എന്ന് പറയുന്നതിൽ നമ്മൾക്കൊരു ഒരു ക്രൈറ്റീരിയ വരും, എന്താണ് മാന്യത എന്ന് വരും. ഈ പ്രശ്നം ശരിക്കും എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് ക്രൈസ്തവ ദേവാലയങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങൾ എപ്പോഴും സമൂഹത്തിന് മുമ്പിൽ ചർച്ചയാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഡ്രസ്, കാഷ്വൽ ഡ്രസ്, അങ്ങനെ ഡ്രസ് കമ്പനികൾ തന്നെ, വസ്ത്രവ്യാപാരികൾ തന്നെ വിവിധ കാറ്റഗറികളിലായിട്ട് വസ്ത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഫോർമൽ ഡ്രസ്, കാഷ്വൽ ഡ്രസ്, വെസ്റ്റേൺ, അങ്ങനെയുള്ള ഒരുപാട് കൾച്ചറുകളെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ധരിക്കേണ്ടതായ എന്തെല്ലാം ഡ്രസ്സുകളാണ് എന്ന് ഫാഷൻ ലോകം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്തും ധരിക്കേണ്ടതായ വസ്ത്രങ്ങളുടെ വ്യക്തമായ ധാരണ നമ്മൾക്ക് ഫാഷൻ കമ്പനികൾ അല്ലെങ്കിൽ വസ്ത്ര കമ്പനികൾ തന്നെ, വസ്ത്ര വ്യാപാരികൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് അത് മാന്യതയുടെ പ്രശ്നമല്ല, നമ്മളുടെ വിവേചന ബുദ്ധിയുടെ അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന്റെ ഒരു പ്രശ്നമാണ്. ആരാധനാലയങ്ങളിൽ എങ്ങനെ പോകണം, പാർക്കുകളിൽ എങ്ങനെ പോകണം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പോകണം എന്നുള്ള വ്യക്തമായ ഒരു സാമാന്യ ബോധം നമ്മൾക്കുണ്ടാവുക എന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യം തീർത്തും നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് വസ്ത്രവും ധരിക്കാം. പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, അതാണ് പ്രധാനം, അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കാണുന്ന ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, 10 6 7 പേരോ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിലെവിടെയാണ് ചങ്കിക്കൊള്ളുന്ന വാർത്ത എന്ന് പറയുന്നത്. കാരണം അത് ധരിച്ചെത്തിയ അവിടെ ആർക്കും, ആ യുവതിയുടെ പേരൻസിനോ അല്ലെങ്കിൽ ആ വിവാഹത്തിൽ പങ്കെടുത്ത ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ചർച്ചയാക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലാണെങ്കിൽ നമ്മൾ ഒരിക്കലും കാഷ്വൽ ആയിട്ട് ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകില്ല. കാരണം നമ്മൾ
നമ്മളൊരു ജോലിക്കാണ് പോകുന്നത്. ആ ജോലി നമുക്ക് വേണം. ഈ എന്താ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇനി അഥവാ നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ കൂടെ പോവാന്ന് വിചാരിക്കുക. ഓഫീസിലേക്ക് നമ്മൾ കയറുന്നില്ല, താഴെ വെറുതെ നിൽക്കാണ്, കൂട്ടിന് പോയതാണ്. അപ്പൊ നമ്മൾ എന്താ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുക. ഇനി നമ്മൾ ഓഫീസിലേക്ക് നമുക്ക് കയറാൻ പറ്റും, അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത്ര ഫോർമൽ അല്ല എന്നാൽ അത്ര കാഷ്വൽ അല്ല എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ ധരിക്കുക. അപ്പൊ നമുക്ക് അറിയാം നമുക്ക് എവിടെ എന്തൊക്കെ ധരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ദൈവാലയങ്ങളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റാത്തത്? ദൈവാലയങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരിക്കലും അതൊരു ഇതൊന്നും ഒരു അടിസ്ഥാനമല്ല, നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്നതിലേക്കാണ് വരുന്നത്. ഇതിപ്പോ പറയുകയാണെങ്കിൽ കൂദാശയാണ്. വിവാഹം എന്ന് പറയുന്നത് കൂദാശകളിൽ ഒന്നാണ്. എന്താണ് കൂദാശ? കൂദാശ എന്ന് പറയുന്നത് അദൃശ്യമായിട്ടുള്ള ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകുന്ന ദൃശ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് കൂദാശകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഒരു ജോലിക്ക് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് എത്രത്തോളം റിച്ച് ആയിട്ട് വേണം നമ്മളെ തന്നെ കാട്ടാനായിട്ട്, നമ്മൾ അത് സ്വീകരിക്കാനായിട്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഇത് ചങ്കിക്കൊള്ളുന്ന വാർത്തയാണ് എന്ന് പറയുന്നത്. എന്താണ് മരിയ? അഞ്ജലിയുടെ അഭിപ്രായം തീർത്തും സത്യമാണ്, വ്യക്തവുമാണ്. എന്താണ് മരിയയുടെ അഭിപ്രായം? ഞാൻ പറയുമ്പോൾ ഗ്ലസീന, ഇപ്പോൾ അഞ്ജലി പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം എവിടെ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കാണാൻ ഇപ്പോൾ ആശുപത്രി പോകുമ്പോൾ നമ്മളാരും സൽവാർ ഇട്ട് പോകാറില്ല. പാർട്ടി വെയർ ഇട്ട് ആശുപത്രി പോകുന്ന ആളുകളെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമുക്കറിയാം എന്തെവിടെ ധരിക്കണം എന്നുള്ളത്. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ അതെന്തുകൊണ്ടാണ് വസ്ത്ര സ്വാതന്ത്ര്യം ദേവാലയങ്ങളിലോ കൂദാശകളിലോ മാത്രം ബന്ധപ്പെടുമ്പോൾ മാത്രം ഹനിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും വ്യക്തമാകുന്നില്ല. പിന്നെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെ വസ്ത്രധാരണങ്ങൾ ക്രിസ്ത്യൻ മാരേജിന് നടത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്ന്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പലപ്പോഴും ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളാണ് നടക്കുന്നത്, ദേവാലയത്തിലല്ല ഇതുപോലെയുള്ള കൂദാശകൾ നടത്തുന്നത്. പിന്നെ റിച്വൽസ് വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ പോലത്തെ അതേ റിച്വൽസ് അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ബൈബിളിലാണെങ്കിലും പറയുന്ന ഒരു കോട്ടുണ്ട്, പിന്നിയ മുടിയോ അലങ്കാരമോ അല്ല വധുവിന് അലങ്കാരമായിട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടുന്നത്. ഇതൊന്നുമല്ല, ആത്മീയമായിട്ടുള്ള അവരുടെ ശുദ്ധി, ആത്മീയമായിട്ടുള്ള അവരുടെ അവസ്ഥയാണ് ഒരു കുദാശകളിൽ ഒരാളെ ഏറ്റവും മഹനീയമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ പുറമെ ആ കൂദാശയോട് നമ്മൾ എത്രമാത്രം വിധേയപ്പെട്ട് പോകുന്നു, ആ കൂദാശയ്ക്ക് നമ്മൾ എത്രമാത്രം മഹനീയത്വം കൊടുക്കുന്നു എന്നതിനൊരു ഭംഗി കൊടുക്കുന്ന ഒരു കാര്യമാണ് വസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ തുറന്നു പറയാം, ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യാം. പക്ഷെ നമ്മളിതൊരു വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല മരിയ. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കോമൺ സെൻസിന്റെ സാമാന്യബോധത്തിന്റെ ഒരു പ്രശ്നമാണെന്നുള്ളതാണ്. നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം അവകാശമാണ്. നമ്മൾക്ക് എവിടെയും എന്തും ധരിക്കാം. അതിനുള്ള ഉറപ്പ് നമ്മുടെ ഭരണഘടന നമ്മൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ളത് നമ്മളുടെ ഭരണഘടന നമ്മൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് എപ്പോൾ ധരിക്കണം, എവിടെ ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളത് നമ്മളുടെ സാമാന്യബോധത്തിന്റെ സാമാന്യ യുക്തിയുടെ ഒരു പ്രതിഫലനമാകണം. അത് നമ്മുടെ ചുറ്റുമുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളതാവണം. അതെ, അത് ബുദ്ധിമുട്ടിക്കുന്നതിലുപരിയായിട്ട് അവരെ ഇപ്പൊ ഇതൊരു ദേവാലയ പരിസരമായതുകൊണ്ട് ഞാൻ പറയണം, മറ്റൊരാളുടെ വിശ്വാസത്തെ പോലും വേദനിപ്പിക്കാത്ത തരത്തില് അത് മുന്നോട്ട് പോകണം. ഇപ്പൊ അവിടെ കൂടിയിരുന്ന ചിലരെങ്കിലും മനസ്സിൽ ഓർത്ത് കാണും, അയ്യോ ഇതൊരു വിവാഹം എന്നൊരു കൂദാശയല്ലേ, ഇങ്ങനെ വരാവോ എന്ന് ചിലരെങ്കിലും ഒരു മനസ്സിലൊന്ന് വിഷമിച്ച് കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതുകൊണ്ടായിരിക്കാം അത് മറ്റുള്ളവരിലേക്ക് എത്തിയത് കൊണ്ടാണ് നമ്മളടക്കമുള്ളവർ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമ്മളുടെ വസ്ത്രധാരണം നമ്മളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അതിന് ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യബോധം, നമ്മൾ എപ്പോഴാണ് വസ്ത്രം, എന്തിനാണ് വസ്ത്രം, ഏത് സാഹചര്യത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നുള്ള സാമാന്യബോധം നമ്മൾക്കുണ്ടാകണമെന്ന് മാത്രം. മരിയ, ഈ ആഴ്ചയിൽ മരിയയുടെ മനസ്സിൽ സ്പർശിച്ച ആ വാർത്ത എന്തായിരുന്നു? ഈ ആഴ്ച എന്നെ കുറച്ചധികം ഇരുത്തി ചിന്തിപ്പിച്ച വാർത്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കൊളംബിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗുസ്താവോ പെട്രോ നടത്തിയ ഒരു പ്രസ്താവനയാണ് വേദനിപ്പിക്കുകയും അതേസമയം എന്തുകൊണ്ട് ഇങ്ങനെ ക്രിസ്തു മതത്തിനെതിരെ ആളുകൾ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ഗുസ്താവോ പെട്രോ ഒരു ആശുപത്രിയുടെ ആരംഭ ചടങ്ങിന് വേളയിൽ പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ പ്രസംഗത്തിനിടയിൽ പെട്രോ പറഞ്ഞ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, യേശുക്രിസ്തു ഒരിക്കലും പ്രണയബന്ധത്തിൽ ഏർപ്പെടാതിരുന്ന ഒരു വ്യക്തിയല്ല. യേശുക്രിസ്തുവിന്
മഗ്ദലേന മറിയവുമായിട്ടൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ജീവിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും പ്രണയബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ കഴിയില്ല എന്നും യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് പോലും ചുറ്റും നമ്മൾ കാണുമ്പോൾ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ഫോളോവേഴ്സ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് മരിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്നും വളരെ എന്താ പറയാ, ലോകം ചരിത്ര പുരുഷനായും ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ഏക രക്ഷകനായും കാണുന്ന യേശുക്രിസ്തുവിനെ അത്രയും മോശമായിട്ടുള്ളൊരു പ്രസ്താവനയിലൂടെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് ഏറെ എന്നെ ഹൃദയത്തെ സ്പർശിച്ചത്. അതിനെതിരെ കൊളംബിയയിലെ ബിഷപ്പ് കോൺഫറൻസ് ഒക്കെ രംഗത്ത് വന്നിരുന്നെങ്കിലും ഇതുവരെയും പ്രസിഡന്റ് അതിന് മാപ്പ് പറയുകയോ എനിക്ക് തെറ്റുപറ്റിയതാണെന്നോ പറയുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം ഒരു മതപരമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്രയും വിശ്വാസി സമൂഹം തങ്ങളുടെ ഏകരക്ഷകനായി കാണുകയും ലോക ചരിത്രം തന്നെ ചരിത്ര പുരുഷനായി കാണുകയും, നമുക്കറിയാം കാലഘട്ടത്തിനെ തന്നെ വേർതിരിച്ചൊരു ചരിത്ര പുരുഷനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു മഹത്തരമായി ലോകം കാണുന്ന ഒരു വ്യക്തിത്വത്തെ ഒരു ശാസ്ത്രീയപരമായോ അല്ലാതെയോ ഒരു തെളിവുകളും കൂടാതെ ഒരു അലിഗേഷൻ ഉയർത്തുമ്പോൾ അത് എത്രമാത്രം മറ്റുള്ളവരെ, അതും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊളംബിയയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റാണ് ഈ പറയുന്ന ഗുസ്താവോ പെട്രോ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് ഒന്നും പഠിക്കാതെയും അതിനെപ്പറ്റി അറിയാതെയും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലസീന. തീർച്ചയായിട്ടും മരിയ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി സംസാരിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരെ അന്യായമായി പീഡിപ്പിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും മതം മാറ്റുകയും മതം മാറ്റം ആരോപിച്ച് പിടിച്ച് ജയിലിലിടുകയും ചെയ്യുന്ന വാർത്തകളെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചർച്ചയിൽ പലതവണ വന്നൊരു കാര്യം കൂടിയാണത്. പക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ലോക നേതാവ് ജീസസ് ക്രൈസ്റ്റിനെ നേരിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെയും വേറെ ഒരു ലോക നേതാക്കളുടെ അടുത്തൊന്നും കേട്ടിട്ടില്ല. കാലഘട്ടത്തെ രണ്ടായി AD BC എന്ന് വിഭജിച്ച ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കാം, അതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതാവ്, അത്രയും പഴക്കം ചെന്ന ഒരു നേതാവ് അപമാനിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിസ്സാരമായ ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇത് എന്താണെന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോക മനസാക്ഷി ഉണരേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെ ബഹുമാനിക്കുന്നത് പോലെ മറ്റുള്ളവനെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ അടിസ്ഥാന തത്വം. അവർ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്, സെക്യുലറിസം പറയുന്നവരാണ്. സെക്യുലറിസം ആണ് പറയുന്നതെങ്കിൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ജീസസ് ക്രൈസ്റ്റിനെ എന്തുകൊണ്ടായിരിക്കാം ഗുസ്താവോ പെട്രോയെ പോലെയുള്ള ഒരാൾ പരസ്യമായി അപമാനിച്ചത് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളിൽ മൊത്തത്തിൽ ക്രൈസ്തവരോട് നടക്കുന്ന ഇതുമായി പീഡനങ്ങളുമായി നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് കൊളംബിയയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ദാരിദ്ര്യം പോലെ, ഇന്നർ പൊളിറ്റിക്സ് പോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ മറയ്ക്കാനായിട്ടുള്ള ഒരു വിവാദം എടുത്തിട്ട പോലെയാണ് എനിക്ക് പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത്. തീർച്ചയായിട്ടും നമ്മൾ അത് കാണുന്നതാണ്. സാധാരണ ഇലക്ഷൻ വരുമ്പോഴും എല്ലാ ലോകരാഷ്ട്രങ്ങളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ മറയ്ക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. എന്താണ് അലീനയ്ക്ക് ഇതിൽ തോന്നിയത്? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സങ്കടവും കാര്യങ്ങളും ഉണ്ടായി. കാരണം നമ്മൾ വേദപാഠത്തിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദൈവം എങ്ങനെയാണ്, ദൈവം വളർന്ന രീതികളും ജീവിത സാഹചര്യങ്ങളും എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചു, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ദൈവം കുരിശിലേറിയത്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു നമ്മൾ കേട്ടറിഞ്ഞ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മൾ ക്രിസ്ത്യാനി എന്ന രീതിയിൽ അതിനെ ഒരുപാട് വേദനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീ അവര് ആൾക്കാർ വന്നിട്ട് കല്ലെറിയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇയാളെ കല്ലെറിയാൻ പറയുന്നുണ്ട്. അപ്പം അവര് ആരും കല്ലെറിയാതെ പോവുക, കാരണം എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പാപം ചെയ്തവരോട് ക്ഷമിക്കാൻ പറഞ്ഞ്, ഏറ്റവും താഴേക്കിടയിലുള്ളവരെ സ്വന്തം സഹോദരനായി കാണാൻ പറഞ്ഞ്, സമൂഹത്തിൽ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റടിപ്പിച്ച, സ്നേഹിക്കാൻ പഠിപ്പിച്ച, മറ്റുള്ളവരോട് കരുണ ആർദ്രത കാണിക്കാൻ പഠിപ്പിച്ച ജീസസ് ക്രൈസ്റ്റിനെ ഗുസ്താവോ പെട്രോയ്ക്ക് നന്നായി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തായാലും കർത്താവിൻ്റെ കരുണ പെട്രോയ്ക്ക് ഇരിക്കട്ടെ. ഈ ആഴ്ച എന്നെ സ്പർശിച്ച ഒരു വാർത്ത നമ്മുടെ താലിബാന്റെ പുതിയ നിയമങ്ങളാണ്. നമുക്കറിയാം ലോകം അതിദൂരം അതിവേഗം ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന സമയത്താണ് താലിബാൻ പോലെയുള്ള ഒരു മതരാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
താലിബാന്റെ പുതിയ നിയമമാണ് ഇപ്പൊ ലോകം മുഴുവൻ ചർച്ചയായിട്ടുള്ളത്. പക്ഷെ ലോക നേതാക്കളൊന്നും എന്തുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാത്തതെന്ന് ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കറിയാം, പണ്ട് നമ്മുടെ കേരളത്തിലടക്കം ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു. അതുപോലെയാണ് ഇപ്പൊ ഏതാണ്ട് താലിബാനിലുള്ള നിയമങ്ങളെന്നും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സ്ത്രീകളാണ് എല്ലാവരുടെയും ഇര. സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്നതും ഭർത്താവിനെ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റാതെ വരുന്നതും ബന്ധുവീടുകളിൽ പോകുന്നതെല്ലാം തലയറക്കുന്ന കുറ്റങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയേ പറ്റൂ എന്നുള്ളത്. സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. സ്ത്രീ ഇല്ലാതെ പുരുഷനില്ല. അതുകൊണ്ടാണ് ദൈവം സ്ത്രീയും പുരുഷനെയും ഭൂമിയിൽ സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു വിഭാഗത്തെ അടിച്ചമർത്തിയിട്ട് ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ഈ നിയമങ്ങൾ മതരാഷ്ട്രങ്ങൾ വരുന്നതിന്റെ ഏറ്റവും കടത്തപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന്റെയും ഉദാഹരണങ്ങളാണ്. എന്താണ് മരിയയ്ക്ക് തോന്നുന്നത്? ഉറപ്പായിട്ടും ഗ്ലസീന, ഇപ്പോൾ നമ്മൾ താലിബാന്റെ ഒരു മുന്നത്തെ ഒരു അഫ്ഗാനിസ്ഥാൻ, താലിബാൻ ഭരണത്തിൽ ഏൽക്കുന്നതിന് മുമ്പുള്ള അഫ്ഗാനിസ്ഥാന്റെ ഒരു ചിത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും പ്രചരിച്ചിരുന്നു. അവിടുത്തെ സ്ത്രീകളുടെ ഒരു വസ്ത്രധാരണമൊക്കെ എങ്ങനെയായിരുന്നു, അവരെത്രയും ലിബറൽ ആയിട്ടാണ് ആ രാജ്യത്ത് ജീവിച്ചിരുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ അവിടെ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭർത്താവിനെ അവരുടെ മാസ്റ്ററായി കാണാൻ പറയുകയും വീട്ടിൽ ഒച്ച ഉയർന്നാൽ അത് കുറ്റകരമായി കാണുകയും, ഭർത്താവില്ലാതെ എവിടെയും സ്വന്തം വീട്ടിലോ പോലും ഭർത്താവിന് അനുമതി ഇല്ലാതെ പോകാൻ പാടില്ല എന്ന് പറയുന്ന, സ്ത്രീകളെ വെറും അടിമകൾ മാത്രമായി കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് താലിബാൻ. ആ നിയമമാണ് സാധുതയാക്കിയിട്ടുള്ളത്. അടിമ നിയമമാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജ്യം ഇപ്പോൾ ചിലപ്പം താലിബാൻ ഭരിക്കുന്ന രാജ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം അടിമകളാക്കി മനുഷ്യരെ കൊണ്ടു നടക്കാൻ പാടില്ലെന്ന് പറയുന്ന നിയമം ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് സ്ത്രീകളെ അടിമകളായി കാണണം, അവരടിമകളാണ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഓട്ടോ വിളിച്ച് പണ്ടത്തെ AD BC നൂറ്റാണ്ട് കാലത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയായിട്ടേ കാണാൻ സാധിക്കും. നമ്മൾ ഡിജിറ്റൽ യുഗമാണ്, അതിവേഗം അതിദൂരം പോകുന്ന ഒരു സമയത്താണ്, ലോകം മുഴുവൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് മതരാഷ്ട്രങ്ങൾ കൈയടക്കുകയും മതങ്ങൾ കൈയടക്കുകയും അവർ രാഷ്ട്രങ്ങൾ പിടിച്ചടക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ കൂട്ടത്തിലാണ് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് താലിബാന്റെ കാടത്ത നിയമങ്ങളും. എന്താണ് അഞ്ജലി? തീർച്ചയായിട്ടും അത് ഈ താലിബാൻ മാത്രമല്ല, ഇറാനിലും അത് തന്നെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ മതരാഷ്ട്രമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ മതരാഷ്ട്രങ്ങളാക്കാനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ ആദ്യം നിയമം കൊണ്ടുവരുന്നത് സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും ആണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ എപ്പോഴും ഒരു ബലഹീന കഥാപാത്രങ്ങളായിട്ടാണ് എപ്പോഴും ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ നിയമങ്ങൾ, മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നിയമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അടിമത്തം എല്ലാം കൊണ്ടുവരുന്നത് സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കാണ്. നിയമങ്ങളെല്ലാം സ്ത്രീകൾക്കെതിരാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഈ ആഴ്ചത്തെ ചങ്കിൽ തട്ടിയ വാർത്തകളിലും വന്നതെല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങളായി മാത്രം മാറുന്ന കാഴ്ചകളാണ് കണ്ടത്. മതങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ മതങ്ങൾ സമൂഹത്തെ കീഴ്പ്പെടുത്തുമ്പോൾ നാം ജാഗരൂകരാകേണ്ടതുണ്ട്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യരുമായി യാത്ര പോവുകയായിരുന്നു. വഴിമധ്യേ ഗുരു ശിഷ്യരോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വസ്തു എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ശിഷ്യർ പല മറുപടികൾ പറഞ്ഞു. കഠിനമായ പാറ, ആളിക്കത്തുന്ന തീ, ഇരുതലമൂർച്ചയുള്ള വാൾ. ഗുരു ചിരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യരെയും കൂട്ടി ഒരു പുഴക്കരയിലേക്ക് പോയി. അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പായൽ പിടിച്ചു കിടക്കുന്ന ഒരു പാറക്കൂട്ടങ്ങളെ ഗുരു തൻ്റെ ശിഷ്യർക്ക് കാണിച്ചു കൊടുത്തു. തൊട്ടടുത്ത് നനഞ്ഞ മണ്ണിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ചെടിയും അതിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് ഗുരു കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഗുരു അവരോട് പറഞ്ഞു, ഈ പാറ അതികഠിനമാണ്. ഇതിന് എല്ലാത്തിനെയും തകർക്കാൻ കഴിയും, പക്ഷെ ജീവൻ നൽകാൻ കഴിയില്ല. എന്നാൽ ഈ ചെടി നനഞ്ഞ മണ്ണിലാണ് നിൽക്കുന്നത്. കാറ്റ് വരുമ്പോൾ അതാടും, മഴ പെയ്യുമ്പോൾ നനയും. പക്ഷെ അതിലുണ്ടാവുന്ന പൂക്കളും അതിൻ്റെ തണലുമാണ് ലോകത്തിനാവശ്യം. അതിനുശേഷം ഗുരു തുടർന്നു, അന്ധമായ നിയമങ്ങളും മുറിപ്പെടുത്തുന്ന വാക്കുകളും ബാഹ്യമായ ആചാരങ്ങളുമല്ല ഒരു സമൂഹത്തെ നയിക്കേണ്ടത്. കഠിനമായ നിയമങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും ഒരു സമൂഹത്തെ കരുണയറ്റതാക്കും. അവിടെയാണ് മനുഷ്യത്വം വളരുക. അന്ധമായ വിശ്വാസങ്ങളും ക്രൂരമായ നിയമങ്ങളും വാക്കുകൾ കൊണ്ടുള്ള മുറിവുകളും
ബാഹ്യമായ ആചാരങ്ങളും നമ്മുടെ സമൂഹത്തെ നയിക്കരുത്. പകരം മറ്റുള്ളവരുടെ വേദന സ്വന്തം ചങ്കിൽ തട്ടുന്ന മനുഷ്യത്വത്തിൻ്റെ പുതിയ നിയമമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.